ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിനടിയിലുണ്ടാവുന്ന കറുപ്പ് നിറത്തെ വെറും 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡി നമ്മൾ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന കറുപ്പ് വെറും 3 ദിവസം കൊണ്ട് മാറിക്കിട്ടുന്നതായിരിക്കും. അതല്ല നിങ്ങളുടെ കണ്ണിനടിയത്തെ കറുപ്പ് ഒത്തിരി നാളായി, സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉള്ളവരുടെ കാര്യമാണ് ഈ ഒരു 3 ദിവസം ഞാൻ പറഞ്ഞത്. അതല്ലാത്ത ഒത്തിരി നാളായി ഒരു കണ്ണിനടിയത്തിൽ കറുപ്പ് ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു 3 ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങളത് 1 മന്ത് വരെയും യൂസ് ആക്കണം കേട്ടോ. ഡെയിലി ഉപയോഗിക്കാം. നിങ്ങൾക്ക് രാത്രി വേണമെങ്കിൽ രാത്രി അപ്ലൈ ചെയ്യും. ഒരു ദിവസം നമുക്ക് 2-3 തവണയൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പകൽ അപ്ലൈ ചെയ്യാം, രാത്രി അപ്ലൈ ചെയ്യും. ഇതിൻ്റെ ടൈമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ ടൈമിൽ അങ്ങ് ചെയ്യുക. രാത്രി ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം തന്നെ നമുക്ക് 2-3 തവണയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്ത് നമുക്ക് കഴുകി കളയേണ്ട കാര്യമില്ല. ഒരു ക്രീം പോലെ തന്നെ അങ്ങ് ഇരിക്കും കേട്ടോ. കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് അങ്ങ് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണടിയിൽ ഉണ്ടാകുന്ന ആ ഒരു കറുപ്പ് നിറം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കുംബർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം കുക്കുംബർ കാണുമ്പോൾ നിങ്ങൾ ഇത്രയും കുക്കുംബർ എടുക്കേണ്ട കാര്യമില്ല. എനിക്കിത് വേറൊരു ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇത്രയും കുക്കുംബർ എടുത്തു എന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്കിത് ഒത്തിരി നാളത്തേക്കൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു അളവിൽ അങ്ങ് കുക്കുംബർ അങ്ങ് എടുക്കുക കേട്ടോ. ഒരു പകുതി കുക്കുംബർ നിങ്ങൾ എടുത്താൽ മതിയാകും. അപ്പോൾ അതെടുത്തിട്ട് നടുക്കുള്ള ആ ഒരു കുരുവില്ല, അതിൻ്റെ ആ സീഡ്സ് അതങ്ങ് റിമൂവ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജെല്ല് കുറച്ചധികം നാൾ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുരു ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരാഴ്ച കൂടി തീർക്കേണ്ടി വരും. അപ്പോൾ കുരു ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കത് 2 ആഴ്ച വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 2 ആഴ്ച ചിലപ്പോൾ അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള ആ ഒരു കുരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് ഗ്രീൻ ടീയുടെ പൗഡറാണ്. നമ്മൾ ഗ്രീൻ ടീ കുടിക്കില്ലേ, ആ ഒരു പൗഡർ കേട്ടോ. അത് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള കുക്കുംബർ കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കുക്കുംബറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ മതിയാവും. ഞാനിത് ടേബിൾ സ്പൂണിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് അങ്ങ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു മിക്സി ബൗളിനകത്തിട്ട് അങ്ങ് നമ്മൾ നന്നായിട്ട് അങ്ങ് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒരു കുക്കുംബറിനകത്ത് തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അതിന് പേരിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഒരു ഫ്രഷ് ആയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി കൊണ്ടുവരാൻ. അതിൻ്റെ ആ ജ്യൂസ് മാത്രമായിട്ട് മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. ബാക്കി അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. എനിക്ക് വേറൊരു ആവശ്യമുണ്ട്, അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ആവശ്യമുള്ള ആ ഒരു ക്രീം നമുക്ക് വേണ്ട ആ ഒരു കണ്ണിക്ക് വേണ്ട ഒരു 2 ആഴ്ചത്തേക്കുള്ള ആ ഒരു ക്രീമിനുള്ളത് മാത്രം അരിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത്ര കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാത്രം ഇത്രയും നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആലിവേറ ജെല്ലാണ്. ഞാൻ സെയിൽ ചെയ്യുന്ന ആലിവേറ ജെല്ലിന് ഈ ഒരു കളറല്ല കേട്ടോ. അപ്പോൾ അത് മേടിച്ച ആൾക്കാർ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഒറിജിനൽ ആലിവേറ ജെല്ലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് യൂസ് ആക്കുന്നത് ഡൂപ്ലിയാണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് പിഷ്കിയിട്ടാണ് ആലിവേറ ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഫുള്ളായിട്ട് 3/4 വശം നമ്മൾ ആലിവേറയുടെ ജ്യൂസും ബാക്കി വെള്ളം ചേർത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആലിവേറ ജ്യൂസ് നമ്മൾ നോർമലായിട്ട് വീട്ടിൽ ഇങ്ങനെ അടിച്ച് പേസ്റ്റ് ആക്കുമ്പോൾ ആ ഒരു കളർ വരുന്ന ആ ഒരു കളറാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള ആലിവേറ ജെല്ലിനകത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പകുതിക്ക് 3/4 വെള്ളമാണ്. 1/4 പോർഷൻ മാത്രമേ ജ്യൂസ് ഞാൻ ചേർത്തിട്ടുള്ളൂ. 1/4 കൂടി ഇല്ല, പേരിന് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ ക്ലിയർ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഇതിനകത്തേക്ക് നമ്മുടെ ജെല്ല് ഇതിനകത്തേക്ക് ഒരു 1-1.5 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഐ സീറം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ക്രീം കൺസിസ്റ്റൻസിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ ആലിവേറ ജെല്ലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അതല്ല ഇതുപോലെ തന്നെ മതി, സീറത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിക്ക് അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ കുക്കുംബർ ഗ്രീൻ ടീയുടെ ആ ജ്യൂസ് നന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ആലിവേറ ജെല്ല് കുറഞ്ഞ അളവിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സീറം കൺസിസ്റ്റൻസിലായിട്ട് കിട്ടും. നമുക്കിത് ഫ്രിഡ്ജിൽ 2 ആഴ്ചയുടെ മുകളിൽ വരെ കേടുകൂടാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആഡ് ആയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.